ബോയ്സ് സിനിമയുടെ കളക്ഷന് ആനുപാതികമായ നികുതി കമ്പനി അടച്ചില്ലെന്ന് ഇന്നത്തെ പരിശോധനയിൽ കണ്ടെത്തി. 242 കോടിയുടെ കളക്ഷനാണ് മഞ്ഞുമൽ ബോയ്സ് നേടിയത്. കമ്പനിയുടെ സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഇഡിയും ആവശ്യപ്പെട്ടിരുന്നു. അലമീൻ തൊട്ടുമുക്ക് നമുക്കൊപ്പം ചേരുന്നു. അലമീൻ, പറവ ഫിലിംസ് കമ്പനിയുടെ സാമ്പത്തിക സ്രോതസ്സിൽ ദുരൂഹതയുണ്ടെന്നാണോ ആദായ നികുതി വകുപ്പിന്റെയും കണ്ടെത്തൽ? എന്തൊക്കെയാണ് ഇപ്പോൾ വ്യക്തമാകുന്ന വിവരങ്ങൾ? പുതിയ മണിക്കൂറുകൾ നീണ്ട പരിശോധനയിൽ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് കമ്പനിയുടെ ഭാഗത്തുനിന്ന് സാമ്പത്തിക ഇടപാടുകളിൽ വലിയ തരത്തിലുള്ള ദുരൂഹതകളും ക്രമക്കേടുകളും ഉണ്ട് എന്നൊരു വിലയിരുത്തലിലാണ് ആദായ നികുതി വകുപ്പ് എത്തിയിരിക്കുന്നത്. സൗബിൻ ഷാഹറിന്റെ ഓഫീസിൽ ഇന്നലെ മുതൽ നടത്തിയ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഇതിൽ മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ട സിനിമയുടെ കളക്ഷന്റെ കാര്യത്തിലാണ് വലിയ തരത്തിലുള്ള ഒരു അസ്വാഭാവികത നിലനിൽക്കുന്നതും അന്വേഷണ സംഘത്തിന് അത് കണ്ടെത്താനായതും. രണ്ട് രീതിയിലുള്ള ക്രമക്കേടുകളാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്, കേന്ദ്ര ഏജൻസികൾ സംശയിക്കുന്നത്. ഒന്ന്, ഈ സിനിമയ്ക്ക് കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തുനിന്നും വലിയ രീതിയിലുള്ള കളക്ഷൻ ലഭിച്ചിരുന്നു, കോടികളുടെ കളക്ഷൻ ലഭിച്ചിരുന്നു എന്നുള്ളതാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ആ ലഭിച്ച കളക്ഷൻ അനുസരിച്ചുള്ള ആനുപാതികമായിട്ടുള്ള നികുതി അടയ്ക്കുന്നതിൽ വലിയ പരാജയം ഇവരുടെ ഭാഗത്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഒരു കണ്ടെത്തൽ. മറ്റൊന്ന്, ഈ സിനിമയുടെ വരുമാനവുമായി ബന്ധപ്പെട്ട് അതിന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയം കൂടി ജനിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്നതിന് കാരണം കേരളത്തിനേക്കാൾ കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നാണ് സിനിമയ്ക്ക് കളക്ഷൻ ലഭിച്ചത്, തിയേറ്റർ കളക്ഷൻ ലഭിച്ചത് എന്നുള്ളതായിരുന്നു സിനിമയുടെ അണിയറ പ്രവർത്തകർ നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇഡിയുടെയൊക്കെ പരിശോധനയിൽ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ കാലിയായ തിയേറ്ററിൽ നിന്ന് പോലും വലിയ തരത്തിൽ ലക്ഷങ്ങളുടെ കളക്ഷൻ ലഭിച്ചു എന്നുള്ള രീതിയിൽ ഇവർ വിവരങ്ങൾ നൽകിയിരുന്നു. അത് കള്ളപ്പണം വെളുപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള നീക്കമായിട്ടാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. അങ്ങനെ രണ്ട് തരത്തിലാണ്: ഒന്ന്, നികുതി അടയ്ക്കുന്നതിലുണ്ടായ വീഴ്ച; മറ്റൊന്ന്, കള്ളപ്പണ ഇടപാട്, കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇടപാട്. ഈ രണ്ട് സംശയങ്ങളാണ് ഇഡിക്കും അതുപോലെ തന്നെ ഇൻകം ടാക്സിനും ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തുടരുകയാണ്. സൗബിൻ ഷാഹർ ഉൾപ്പെടെയുള്ള സിനിമയുടെ അണിയറ പ്രവർത്തകരെ വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിന് ഇവരുടെ വാദം, സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ വാദം സാധൂകരിക്കുന്ന തരത്തിൽ എന്തെങ്കിലും രേഖകൾ ഇവർക്ക് സമർപ്പിക്കാനാകുമോ എന്നുള്ളതും പ്രധാനമാണ്. ഏതായാലും ഇതുവരെ പരിശോധിച്ച രേഖകളിൽ നിന്നും കണ്ടെത്തിയ രേഖകളിൽ നിന്നും വലിയ ക്രമക്കേട് അത് ആദായ നികുതി അടയ്ക്കുന്നതിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. പറവ ഫിലിംസിന്റെയും അതുപോലെ തന്നെ അതിന്റെ വിതരണ കമ്പനിയായിട്ടുള്ള ഡ്രീം ബിഗ് ഫിലിംസിന്റെയും ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഉള്ളതായി സംശയിക്കുന്നതും. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഇൻകം ടാക്സ് തുടരുന്നത്. ഇഡിയും അന്വേഷണത്തിലേക്ക് ഇനി കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അലമീനാണ് വിവരങ്ങൾ നൽകിയത്. ഫിലിം ഇൻഡസ്ട്രിയിൽ ബ്ലാക്ക് മണി ഉണ്ടെന്നുള്ള വരുന്ന പ്രൊഡ്യൂസേഴ്സൊക്കെ അത്യാവശ്യം ബ്ലാക്ക് വൈറ്റ് ആക്കാൻ വേണ്ടിയാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന പച്ചയ സത്യമാണ്. സുബോധമുള്ള ആരോട് ചോദിച്ചാലും അവർക്കറിയാവുന്ന നഗ്ന സത്യം. ഇവിടെ പടം ചെയ്തപ്പോൾ അവർ പറഞ്ഞു 23 CR ആയ, നിങ്ങൾ ഓർമ്മ 5-6 മാസം മുമ്പുള്ള കാര്യമില്ല. പിന്നീട് അവർ പറഞ്ഞു അതിലും താഴെയാണ് 19 അയാളെന്നൊക്കെ പിന്നീട് അത് പറയുന്നുണ്ട്. ഇപ്പോൾ ഇഡി നോക്കിയ സമയത്ത് 19-ലും താഴെ ആയിട്ടാണ് ഇഡി പറയുന്നത്. ആ ഒരു 7 കോടി കേസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കൊന്നും അറിയത്തില്ല, ഒരാളുടെ 7 കോടി സംതിങ് ഇവർ മേടിച്ചതിന് ശേഷം പടം കഴിയുമ്പോൾ ഇത്ര 30-40% കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നീട് അയാൾക്ക് ആ 7 കോടിയും കൊടുത്തില്ല, പെർസെൻറ്റേജും കൊടുത്തില്ല. പടം ബമ്പർ ഹീറ്റിലോട്ട് പോയി. 100 കോടി ക്ലബ്ബ് കഴിഞ്ഞു, 150 കോടി ക്ലബ്ബ് കഴിഞ്ഞു, അങ്ങനെ 200 കോടി ക്ലബ്ബ് കഴിഞ്ഞു, 250 കഴിഞ്ഞു. പിന്നീട് സുപ്രഭാതം 500 കോടി ക്ലബ്ബും കഴിഞ്ഞെന്ന് ഇങ്ങനെ വാർത്തകളിൽ ചില പോസ്റ്റേഴ്സ് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇവർ തന്നെ PR വർക്കിൽ ഇപ്പം പറയുന്നത് 250 CR ഉള്ളൂ എന്ന് പറയുന്നു. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. വാർത്തകളിൽ പറഞ്ഞ ശ്രദ്ധിച്ചോ, ചില ലോക്കൽ തിയേറ്ററുകളിലൊക്കെ ആരും ഇല്ലാതെ തന്നെ പടം ഓടിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് ലോക്കൽ തിയേറ്റേഴ്സ് ഉണ്ട്. അതായത് ജസ്റ്റ് ഷീറ്റൊക്കെ ഇട്ടിരിക്കുന്നത് ഇന്നും അങ്ങനത്തെ തിയേറ്റേഴ്സ് റൺ ചെയ്ത് പോകുന്നുണ്ട്. സാധാരണക്കാരായ മനുഷ്യർ തീരെ ചീപ്പ് റേറ്റിൽ വന്ന് പോകുക. തിയേറ്ററൊക്കെ പർച്ചേസ് ചെയ്യാവുന്ന തിയേറ്ററുകളാണ്. ഇങ്ങനെയുള്ള പർപ്പസിൽ വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ടിക്കറ്റ് എടുത്ത് ചെയ്യിക്കുന്നതാണ്. അപ്പം ബ്ലാക്ക് വൈറ്റ് ആക്കാൻ ഇവിടെ ഇങ്ങനെ ഒരു മാർഗം അവർ സ്വീകരിച്ചിട്ടുണ്ടോ? പിന്നെ ഓവർസീസ് റൈറ്റ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ചൈനയിൽ മറ്റ് ഏഷ്യൻ കൺട്രീസിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിനും രേഖകളൊന്നും പ്രോപ്പറായിട്ടില്ല. ഇപ്പം പണ്ട് നിങ്ങൾക്കറിയാം, ബോളിവുഡിലുള്ള സൂപ്പർ താരങ്ങളുടെയൊക്കെ പല പടങ്ങളും ചൈനയിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് 1000 കോടി 1500 കോടി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇതിനൊന്നും വ്യക്തമായ രേഖകളൊന്നും പറയാറില്ല. ഇപ്പം ഇവിടെ ഈ സൗബിൻ്റെ കേസ് പൊങ്ങാൻ കാരണം ആ 7 കോടിക്കാരൻ്റെ പൈസയും തിയേറ്ററിൻ്റെ കളക്ഷൻ 30-40% കൊടുക്കാതിരുന്നപ്പോൾ പുള്ളി ഹൈക്കോടതിയിൽ പോയി. അങ്ങനെ ആ കേസ് വന്ന് പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് വലിയ ഇപ്പം പെട്ടെന്ന് ഇത് പൊങ്ങിയതാണ്. ഇഡി പോന്ന് IT കൊടുത്തു. ഇത് എല്ലാത്തിനും കാരണം ഇവർ അയാളുടെ 7 കോടി കൊടുക്കാതിരുന്നപ്പോൾ തന്നെ സംഗതി കേസായി. കോടതി പബ്ലിക് ഇതിലോട്ട് നോക്കി, അങ്ങനെ ഇഡിയിലോട്ട് നോട്ടം വന്നു. അങ്ങനെയാണ് ഇതിലോട്ട് വന്നത്. അതങ്ങ് കൊടുത്ത് തീർത്തിരുന്നെങ്കിൽ ഇത്ര ഇഷ്യൂസിലോട്ട് പോകത്തില്ലായിരുന്നു. ഇനി ചിലപ്പോൾ എനിക്ക് കേസ് വരെ മുമ്പോട്ട് പോവുമോ അല്ലെന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്ത് ഇവർ ഊരിപ്പോരുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ കയ്യിലല്ലേ, ഇതൊക്കെ വേറെ കളികളാണ്. അതാണ് എൻ്റെ സത്യാവസ്ഥ.
ഇനി ഇതിന്റെ പേരിലുള്ള അന്വേഷണം എത്ര നാളെ നിലനിൽക്കും? ഇന്ത്യയിൽ ഒരുപാട് ബ്ലാക്ക് മണി ഇറങ്ങുന്നുണ്ട്. നമുക്കറിയാം പ്രൊപ്പഗണ്ട മൂവീസ് പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ മൂവീസ് ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഈ മൂവീസിന്റെ ഒക്കെ സോഴ്സ് എവിടെ? അവരുടെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി അവർ ഉദ്ദേശിക്കുന്ന കഥകളിലൂടെ സിനിമ ഇറങ്ങുന്നുണ്ട്. അതൊന്നും തിയേറ്ററിൽ പലപ്പോഴും ഓടാറില്ല, കളക്ട് ചെയ്യാറില്ല. OTT പ്ലാറ്റ്ഫോമിലൊക്കെ വന്ന് പോയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, പേരുകൾ വ്യക്തമാക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പടത്തിന് വേണ്ടിയൊക്കെ എന്തിനാണ് പൈസ ഇറക്കുന്നത്, ആരാണ് പൈസ ഇറക്കുന്നത്. അതൊക്കെ വലിയൊരു ചോദ്യമാണ്. അതൊക്കെ റേസ് ചെയ്യപ്പെടുന്ന വലിയൊരു ചോദ്യങ്ങളാണ്. നമുക്ക് കൺട്രിക്ക് പുറത്തൊന്നും കണക്കുമില്ലാതെ ചുമ്മാ വന്ന് ചാടുവാണ്. പല പടം ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സും ₹1 പോലും കയ്യിലില്ലാതെയാണ് ഈ ഫീൽഡിൽ ഇറങ്ങുന്നത്. പക്ഷേ അവരിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി അതെവിടെ? മഞ്ഞുമൽ ബോയ്സിന് പലരും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊന്നും വ്യക്തമായ രേഖകൾ വന്നിട്ടില്ലെന്നാണല്ലോ വാർത്തയിൽ പറഞ്ഞത്. ഫണ്ടിങ് എവിടെ നിന്നാണ്? അത് വ്യക്തത ആയിട്ടില്ല. വ്യക്തത വരുത്തിക്കൊണ്ട് പോയി ചുമ്മാ നമ്മൾ ഊഹക്കണക്ക് വന്നിട്ട് കാര്യമില്ലല്ലോ. EDയുടെ മുമ്പിൽ ITയുടെ മുമ്പിലൊക്കെ പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്കൊരു വ്യക്തമായ രേഖ വേണം. അല്ലാതെ നമ്മൾ അങ്ങനെയാണെന്ന് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പെട്ടുപോകും. ശരി ഡാഡി, ഇവിടെ ഈ സൗബിൻ എന്ന ആൾ, അദ്ദേഹത്തിന് ഒരു സിനിമയ്ക്ക് 10-200 കോടി രൂപയുടെ കളക്ഷൻ കിട്ടുന്നു. അത് മാധ്യമങ്ങളിലൂടെയൊക്കെ വലിയ വാർത്തയാകുന്നു. പക്ഷെ പിന്നീടാണ് പുറത്തു വരുന്നത് ഇയാൾ പടം നിർമ്മിച്ചത് തന്നെ മറ്റു ആളുകളുടെ പൈസയ്ക്കായിരുന്നു. കൂടുതൽ ആളുകളുടെ നിന്ന് പൈസ കളക്ട് ചെയ്തു. 5 പൈസ പോലും ഇറക്കാതെ ചെലവ് കൂട്ടിക്കാണിച്ച് ഇത്തരത്തിൽ കളക്ഷനുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ കുടുങ്ങുകയാണ്. 60 കോടിയുടെ നികുതി വെട്ടിപ്പാണ് പ്രാഥമിക ഘട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ പരിശോധന എന്ന് പറയുമ്പോൾ മറ്റു തലങ്ങളിലേക്ക് കൂടി അന്വേഷണം കൊണ്ടുപോകണമെന്നുള്ളതല്ലേ? അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത്. കാരണം ഇതിൽ വ്യാപകമായിട്ട് തന്നെയും നിലനിൽക്കുന്ന ഒരു സംശയമുണ്ട്. പ്രത്യേകിച്ച് അത് സിനിമാ ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ തന്നെ ബാധിക്കുന്ന രീതിയിലാണ്. അത് ഈ കള്ളപ്പണം ഇവിടേക്ക് വന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ നേരത്തെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില റിപ്പോർട്ടുകളും സമർപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അതിൻ്റെ ചുവട് പിടിച്ചാണ് ആദായ നികുതി വകുപ്പും ഈ രംഗത്തേക്ക് വരുന്നത്. അവരുടെ പ്രധാനമായ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇതിൽ നടക്കുന്ന ഇടപാടുകൾ എന്താണ്, അതിൽ കൃത്യമായി നികുതി കൊടുക്കുന്നുണ്ടോ, എന്താണ് ഇതിലെ കണക്കിലെ വസ്തുതകൾ എന്നെല്ലാം സംബന്ധിച്ച വിശദമായ ഒരു അന്വേഷണം തന്നെയാണ്. ആ അന്വേഷണത്തിലാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അന്വേഷണങ്ങൾ നടക്കുന്നതും അതിൽ ക്രമക്കേടുകൾ എന്നതിൻ്റെ ആദ്യ സൂചനകളാണ് പിന്നീട് അവരുടെ പരിശോധനയിൽ വ്യക്തമാകുകയും ചെയ്യുന്നത്. ഇത് നിർമ്മാതാവിനെ കബളിപ്പിച്ചു എന്ന് പറഞ്ഞ്, അതായത് ഇതിലേക്ക് പണം മുടക്കിയ ഒരാളെ തുക ലാഭവിഹിതമോ മറ്റൊരു പണമോ നൽകിയില്ല എന്ന് പറഞ്ഞ് നിലവിലൊരു പരാതി നിലനിൽക്കുന്നുണ്ട്, നിലവിലൊരു കേസടക്കം നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം ഇതിലേക്ക് വരുവാനുള്ളൊരു സാഹചര്യം കൂടിയാണ്. അതിനിടയിലാണ് ഇത്തരം ഒരു പരാതി അടക്കം വരുന്നത്. ഈ ആദായ നികുതി വകുപ്പ് നികുതി വേണ്ടത്ര രീതിയിലേക്ക് വന്നിട്ടില്ല എന്നതടക്കം നികുതി വെട്ടിപ്പ് നടത്തിയിരിക്കുന്നു. തങ്ങൾക്ക് കിട്ടിയ ലാഭത്തെക്കാളും അതിന് അർഹമായ രീതിയിൽ രാജ്യത്തിന് നൽകേണ്ട നികുതി അത് ഒടുക്കിയിട്ടില്ല എന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഏതാണ്ട് 60 കോടിയോളം രൂപയുടെ നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് പ്രാഥമികമായ ഒരു അനുമാനത്തിലേക്ക് ആദായ നികുതി വകുപ്പ് കടന്നു ചെല്ലുന്നത്. കഴിഞ്ഞ ദിവസം രണ്ട് സമയങ്ങളിലായിട്ട് പരിശോധന നടന്നു. ആദ്യം ഉദ്യോഗസ്ഥരെത്തി ഇവരുടെ ഒരു ഓഫീസ്, പറവ ഫിലിംസിൻ്റെ ഓഫീസ് സൗബിൻ ഷാഹിൻ്റെ ഉടമസ്ഥയുള്ള വീട്ടിലാണ് പ്രവർത്തിച്ചിരുന്നത്. ആ ഓഫീസിൽ അവിടെ പരിശോധന നടത്തുകയും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വരികയും ചെയ്തു. കുറച്ചുകൂടി രേഖകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും വരികയും ചെയ്തു. അവിടെ നിന്ന് ആവശ്യമായ രേഖകൾ കണ്ടെടുക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു വിശദമായ ഒരു പരിശോധന അടക്കം നടന്നു വരികയാണ്. ഇതിൽ തീർച്ചയായും സൗബിൻ അടക്കം നോട്ടീസ് നൽകി വിളിപ്പിച്ച് ചോദ്യം ചെയ്യാനുള്ള മുഴുവൻ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇവിടുന്ന് വന്ന പണം, ഇവരെ മറ്റ് ബിസിനസ്സുകൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച് ഒരു അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇവർ ഇവിടുന്ന് ലഭിച്ച പണം എങ്ങോട്ടാണ് മാറ്റിയിരിക്കുന്നത്, അത് ഏതെല്ലാം മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത്തരം നിക്ഷേപങ്ങൾ ഏതൊക്കെയാണ്, എന്താണ് എന്നത് സംബന്ധിയായ കാര്യങ്ങളിലും വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ വിവരശേഖരണവും പരിശോധനയും എല്ലാമാണ് ഇപ്പോൾ നടക്കുന്നത്. പിടിച്ചെടുത്ത രേഖകൾ, അതിൽ കൃത്യമായ രീതിയിലുള്ള വരവ് ചെലവ് കണക്കുകളും അതോടൊപ്പം തന്നെ ഈ വിതരണ കമ്പനിയും എല്ലാം തന്നെയുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയാണ്. അതിനുശേഷമായിരിക്കും നോട്ടീസ് നൽകി ഇവരെ വിളിപ്പിക്കുക, സൗബിൻ അടക്കമുള്ളവരെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യുക വേണ്ടി വരും എന്ന് തന്നെയാണ് ആദായ നികുതി വകുപ്പിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ നമുക്കത് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഒപ്പം തന്നെയാണ് ഈ മറ്റു മേഖലകളിലേക്ക് ഇവർ കടന്നിട്ടുണ്ടോ, അതായത് അനുബന്ധമായ വേറെ ഏതെങ്കിലും വ്യവസായങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്നതടക്കം പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ബിനാമി കമ്പനികളടക്കം ഉണ്ടാകാനുള്ളൊരു സാധ്യതയും ആദായ നികുതി വകുപ്പ് തള്ളിക്കളയുന്നില്ല. അപ്പോൾ ഇതിൽ വിശദമായൊരു പരിശോധനയാണ് ലക്ഷ്യമിടുന്നത്. അതുമാത്രമല്ല, മറ്റൊരു കമ്പനി കൂടി ഇങ്ങനെ ഒരു സംശയത്തിൻ്റെ നേരിലുണ്ട്. അതും സിനിമാ നിർമ്മാണ കമ്പനി തന്നെയാണ്. അതിൽ പൊതുവായി കണ്ടുവന്നേക്കുന്നത് ഈ പറവ ഫിലിംസിലും അതോടൊപ്പം തന്നെ മറ്റൊരു കമ്പനിയിലും പണമായിട്ട് അതിൽ അവർക്ക് നിർമ്മാണ സഹായധനമായിട്ടെല്ലാം തന്നെ നൽകിയിരിക്കുന്നു
ചെയ്തിരിക്കുന്നത് ഒരേ വ്യക്തി തന്നെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സോഴ്സിൽ തന്നെയാണ് മുഴുവൻ പൈസയും ഇവിടേക്ക് പമ്പ് ചെയ്തിരിക്കുന്നത്. ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഒരു അന്വേഷണവും നടക്കുന്നുണ്ട്. ഏത് രീതിയിലുള്ള പണമാണ് ഇവിടെ നിക്ഷേപിക്കുന്നത്, അയാൾ മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിച്ചിട്ട് ഇവിടേക്ക് പണമായിട്ട് എത്തുന്നുണ്ടോ, അങ്ങനെ ഈ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു ഇടനിലമായിട്ടെല്ലാം തന്നെ സിനിമാ ലോകം മാറുന്നു എന്ന് നേരത്തെ തന്നെയും വാർത്തകളുണ്ടായിരുന്നു. അതിൽ എത്രത്തോളമാണ് മലയാള സിനിമാ രംഗത്തിന്റെ പങ്ക് എന്നതാണ് ഇനി അതാണ് ഡാനി നമുക്കൊരു സംശയം ഉണ്ടാക്കുന്നത്. കാരണം നമ്മുടെ കേരളത്തിൽ ആദ്യമായിരിക്കില്ല, അതിന് മുൻപ് ചില സിനിമകളൊക്കെ കളക്ഷൻ പറ്റിയിട്ടുണ്ട്. അത് ചെറിയ സിനിമകൾ, ഈ മഞ്ഞുമൽ ബോയ്സ് പോലെ വലിയ സൂപ്പർ താരങ്ങളില്ലാത്തൊരു പടം 200 കോടി രൂപ കളക്ട് ചെയ്യുന്നു എന്ന കണക്ക് വരുന്നു. തമിഴ്നാട്ടിൽ ഇത് ബമ്പർ ഹിറ്റാണെന്ന് പറയുന്നു, സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ് എന്ന് പറയുന്നു. തുടർന്ന് അത് മലയാള സിനിമയുടെ ഒരു വളർച്ചയാണ് എന്ന് കരുതിയ സ്ഥാനത്താണ് പിന്നീട് ഇതിന് പിന്നുള്ള നിരവധി കള്ളക്കളികൾ പുറത്തു വരികയും ഈ പണം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു നിർമ്മാതാവാണ് തുടക്കം കുറിച്ചത്. നമുക്കറിയാം, അയാളുടെ 8 കോടി രൂപ വാങ്ങുന്നു, പണം 1 രൂപ പോലും തിരിച്ചു കൊടുക്കുന്നില്ല. കളക്ഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ കൈമലർത്തുന്നു, കൂടുതൽ നിർമ്മാണ ചിലവായി എന്ന് പറയുന്നു. ആദായ നികുതി വകുപ്പിനെ പോലും ഈ നിർമ്മാണ ചിലവ് പെരുപ്പിച്ച് കാട്ടി വഞ്ചിക്കുന്നു. അങ്ങനെ ഈ സൗബിൻ ഷാഹിർ എന്ന മലയാളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നടൻ, കത്തിജ്വലിച്ചു നിന്ന ഒരു നടൻ വളരെ പെട്ടെന്ന് അപ്രസക്തനാവുകയാണ്. സിനിമ ഇൻഡസ്ട്രിക്ക് നാണക്കേടുണ്ടാക്കുകയാണ്. അവിടെയാണ് കള്ളപ്പണം വരുന്നുണ്ടോ? അതുമാത്രമല്ല, നമുക്കറിയാം ഈ സെക്കൻഡ് ഹാൻഡ് കാർ വിപണിയുമായി ബന്ധപ്പെട്ട് ഈ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരുപാട് തലങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് വകുപ്പിന്റെയൊക്കെ പല കേസുകളിലും സമയമെടുത്താണ് അന്വേഷണം പൂർത്തിയാക്കുന്നത്. ഈ ഘട്ടത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഗുരുതരമായ കണ്ടെത്തലുകൾ അവർ അതും കൂടാതെ കൂടുതൽ എക്സ്പീരിയൻസ് നേടൂ. 10 കോടി ജനങ്ങളുടെ വിശ്വാസമാണ്. പിന്നെ 100% സേഫ് ആൻഡ് സെക്യൂറുമാണ്. സൂപ്പി ലുഡോ കളിച്ച് നിങ്ങൾക്ക് ലക്ഷങ്ങളോളം രൂപ സമ്പാദിക്കാം. സൂപ്പി ലുഡോ കളിച്ച് വിജയിക്കൂ, പിന്നെ ഇൻസ്റ്റന്റ്ലി വിഡ്രോയും ചെയ്യും. ഇപ്പോൾ തന്നെ സൂപ്പി ലുഡോ ഡൗൺലോഡ് ചെയ്യൂ zoopy.com നിന്ന്. ഈ കളിയിൽ സാമ്പത്തിക നഷ്ടസാധ്യത നടത്തിക്കഴിഞ്ഞു എന്നതും പ്രധാനമാണ്. ഇനിയും അങ്ങോട്ട് അത്ര എളുപ്പമല്ല സൗബിനും കൂട്ടർക്കും രക്ഷപ്പെടുക. രഞ്ജിത്ത്, ഇക്കാര്യങ്ങളിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ രീതിയിൽ തന്നെ കണക്ക് പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഒരേ സമയം തന്നെ EDയുടെയും ആദായ നികുതി വകുപ്പിൻ്റെയും അന്വേഷണം സമാന രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. രണ്ടും രണ്ട് മേഖലകളിലാണ് എങ്കിൽ കൂടിയും ഇത് രണ്ടും സാമ്പത്തികമായ കാര്യങ്ങൾ തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ടത് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തവരുടെ ചരിത്രവും കാര്യങ്ങളും എല്ലാം കൂടി പരിശോധിക്കുന്നു എന്നതാണ്. ഏത് രീതിയിലുള്ള പണമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്, അവർ എങ്ങനെയെല്ലാമാണ് ഇതൊക്കെ മാറ്റിയെടുക്കുന്നത് എന്നതാണ്. രഞ്ജിത പറഞ്ഞതുപോലെ നമ്മൾ ഈ വെളിച്ചത്തിൽ വലിയ രീതിയിലെല്ലാം ഇത് ആഘോഷിക്കപ്പെടുന്നുണ്ട്. കാരണം ഇത് മലയാള സിനിമയുടെ ചരിത്ര വിജയം എന്നെല്ലാം പറഞ്ഞ് പല സിനിമകളും ആ രീതിയിലേക്ക് ലേബലൊട്ടിച്ച് വരുന്നുണ്ട്. ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇതെല്ലാം തന്നെ വിജയം നേടിയതാണോ, അതോ ഇത് ഈ സിനിമ പോലെ തന്നെ മറ്റേതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പുറത്തുണ്ടോ എന്നതൊക്കെ എല്ലാം പരിശോധിക്കണം. കാരണം നിർമ്മാണ ചെലവ് ഒരു വശത്തെ വർദ്ധിച്ചു എന്നതെല്ലാം തന്നെ പറയുകയും ചെയ്യുന്നു. പിന്നീട് പല സിനിമകളും ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ആഘോഷമായി മാറുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ വരുന്നതാണ്. പണ്ട് സിനിമകൾ ഒരുപാട് ദിവസങ്ങൾ ഓടണം, കാരണം നമുക്കറിയാം അതിന് റിലീസിങ് തിയേറ്ററുകളൊന്നും അധികം ഉണ്ടാകാറില്ല. ഇന്ന് അങ്ങനെയല്ല, ഇത് വേൾഡ് വൈഡ് റിലീസിങ്ങാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുമിച്ച് ഷോ എല്ലാം തന്നെ വരുന്നതാണ്. അതുകൊണ്ട് അത്രയും ദിവസമൊന്നും തികച്ച് ഓടേണ്ടിയും വരില്ല. അപ്പോൾ അതിനിടയിൽ തന്നെ ഇത്രയും കോടാനുകോടി രൂപ കളക്ട് ചെയ്തതായെല്ലാം പ്രഖ്യാപനങ്ങളുണ്ടാകുക, കാര്യങ്ങളുണ്ടാകും. അപ്പോൾ ഈ കണക്കുകളിലെ യാഥാർത്ഥ്യം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആദായ നികുതി വകുപ്പ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഒരുപക്ഷെ അത് ഈ ഇത്തരം വിജയങ്ങൾ അവകാശപ്പെടുന്ന ഈ സമീപകാല സിനിമാ ചരിത്രങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ കൃത്യമായൊരു ഇടപാടുകൾ, അവർ കൃത്യമായ ലാഭം നേടിയിട്ടുള്ളതാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കുന്നതാണോ, ഇതെല്ലാം ഈ അന്വേഷണത്തിലേക്ക് വരുന്നു എന്നതാണ്. സൗബിൻ അത്തരം അന്വേഷണങ്ങളിലേക്ക് ആദായ നികുതി വകുപ്പിനും EDക്കും കടക്കാനുള്ള ഒരു താക്കോലായി മാറുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. രഞ്ജിത്ത, അതാണ് സാഹചര്യം. ഏതായാലും നിർണായകമായ കണ്ടെത്തലുകൾ EDയുടെ എൻഫോഴ്സ്മെന്റ് വകുപ്പിന്റെ ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. സൗബിൻ ഷാഹിർ എന്ന നടനും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഫിലിം കമ്പനിയും ഒക്കെ സംശയനിഴലിലാകുന്ന പശ്ചാത്തലം ഒരുങ്ങി വരികയാണ്. അങ്ങനെ നമ്മളൊക്കെ ഒരുപാട് ആഘോഷിച്ച മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ പിന്നിൽ നടന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ അത് പുറത്തു വരികയും അത് ഈ സംവിധായകനും നിർമ്മാതാവിനും ഒക്കെ വലിയ കുരുക്കാകുകയും ചെയ്ത പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഡാനി പോലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമ്മൾ തള്ളി മറയ്ക്കുമ്പം പല കാര്യങ്ങളും നമ്മളെ വാച്ച് ചെയ്യുന്ന ഒരു തേർഡായി ഉണ്ട്, ഓർത്തോണം. സിനിമാ മേഖലയുള്ളവർ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ മലയാള ഇൻഡസ്ട്രിയിൽ ഇപ്പം സൗബിനിലൂടെ ഒരു വൈഡ് ഓപ്പണിംഗ് വരുവാണ്. ഇതേവരെ ഉള്ള സിനിമകളിൽ വന്നിരിക്കുന്ന ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മണിയുടെ സോഴ്സിലോട്ട് എല്ലാ നടന്മാരുടെയും പ്രൊഡക്ഷൻ കാര്യത്തിലോട്ട് ഒരു നോട്ടം വരും. സ്വാഭാവികം. അതിന് സൗബിൻ ഒരു തുടക്കക്കാരനായി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.